അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം അടഞ്ഞ അധ്യായമാണെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് ജോസ് കെ മാണി മീഡിയ വണിനോട്. ചർച്ചകൾ മാധ്യമ സൃഷ്ടിയാണെന്നും ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട്. ജോസഫ് ഗ്രൂപ്പിന് സംരക്ഷണം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടാൽ സംരക്ഷണം നൽകും. സർക്കാരിന്റെ വികസന മുന്നേറ്റം ഉയർത്തിയാണ് ജാഥ നയിക്കുന്നത് എന്നും മുഴുവൻ സമയവും ഉണ്ടാകുമെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ, ഇന്ന് ജാഥ തുടങ്ങുകയാണ്. നേരത്തെ ജാഥയിൽ മുഴുവൻ സമയം അവൈലബിൾ ആകില്ല എന്നൊക്കെയുള്ള ഒരു ചർച്ചകളൊക്കെ ഉയർന്നു നിന്നു. എങ്ങനെയാണ് മുഴുവൻ സമയം ഉണ്ടാകുമോ? ജാഥ എന്തൊരു പൊളിറ്റിക്സ് ആയിരിക്കും പങ്കുവെക്കുന്നത്? അല്ല, ഈ ജാഥയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ കേരള സംസ്ഥാനത്തെ കഴിഞ്ഞ 5 വർഷം സമാനതകളില്ലാത്ത വികസന മുന്നേറ്റമാണ് നടത്തിയത്. ആ വികസന മുന്നേറ്റം നടത്തുമ്പോഴും ഓരോ വികസനത്തിനും നിങ്ങൾ ഏത് വികസനമാണോട്ടെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് 100 ഗണങ്ങളും ചെയ്ത് ഓരോ വികസനത്തിനും പ്രതിപക്ഷം എപ്പോഴും ഒരു പ്രതിഷേധവും സമരവും ഒരു തരത്തിലുള്ള ഒരു കോപ്പറേഷനും ഇല്ലാതെ പോകുമ്പോഴും ഒരു പ്രതിരോധം തീർത്തുകൊണ്ടാണ് ഈ വികസന പദ്ധതികളെല്ലാം നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വികസന പദ്ധതികളെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ സർവേ നടത്തുന്ന ചോദ്യം ഏത് വികസനമായിരുന്നു വേണ്ടായിരുന്നു എന്ന് പ്രതിപക്ഷം പറയട്ടെ. ജനങ്ങൾക്ക് വേണ്ടാത്തൊരു വികസനം എന്ന് പറയട്ടെ. അപ്പോൾ അവർക്ക് ചൂണ്ടിക്കാണിക്കാം. അത് ചില നല്ല വികസന പദ്ധതികളാണ്, അവർക്ക് സഹകരിക്കാം. അപ്പോൾ ഈ വികസന പദ്ധതികളെല്ലാം നമുക്കൊരു നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടി നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് ലഭിച്ചു. ഇനി വേണ്ടത് ഒരു വികസന പുരോഗതിയിലേക്ക് പോകുക എന്നുള്ളതാണ്. ആ വികസന പുരോഗതിയിലേക്ക് പോകുവാനായിട്ട് ഒരു തുടർഭരണം കൂടി ആവശ്യമാണ്. അത് എന്തൊക്കെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, അതൊരു ജനസമ്പർക്ക പരിപാടിയും കൂടിയായിട്ടാണ് ഈ ജാഥ നമ്മൾ കാണുന്നത്. ഈ ജാഥയിൽ പൂർണ്ണമായും ഉണ്ടാകും എന്ന് സംശയമില്ല. പാർലമെൻ്റ് ഉണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ പൂർണ്ണമായും ഈ ജാഥയിൽ അതിനോടൊപ്പം ഉണ്ടാകും. കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFിൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴും ആ ചർച്ചകൾ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. വിവിധ കോണുകളിൽ നിന്ന് ആ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ചർച്ച മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരു ചർച്ച ഉണ്ടെന്ന് അറിയത്തില്ല. അതൊക്കെ ഒരു ക്ലോസ് ചാപ്റ്ററാണ്. പ്രത്യേകിച്ച് ജോസഫ് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് 10 സീറ്റ് കൊടുക്കില്ല എന്ന തരത്തിലുള്ള UDFിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അവർ മുന്നണി വിടുന്ന തരത്തിലും വിവിധ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ഒരു സർവൈവിനെ എങ്ങനെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം കാണുന്നത്? അവർക്കൊരു LDFിലേക്ക് ഒരു സ്വാഗതം പറയാനുണ്ടോ? LDFിലേക്ക് സ്വാഗതം പറയേണ്ടയാൾ ഞാനല്ല. എങ്കിലും ഞങ്ങളുടെ രക്തത്തിൻ്റെ ഒരു രക്തബന്ധമുള്ളവരാണ് ഇവരൊക്കെ. അവരുടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടോ എന്ന് അവർ പറയട്ടെ. ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് ഒരു സംരക്ഷണം കൊടുക്കാം. അത് ഞങ്ങളുടെ കുടുംബത്തിലേക്കല്ല. കാരണം കുടുംബത്തിലേക്ക് ഒരു വട്ടം ഞങ്ങൾ കയറ്റിയിരുത്തി അതിനകത്ത് മാണിസാറുള്ളപ്പോൾ തന്നെ ആ വിഷമവും പ്രയാസമൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഏതൊക്കെയാലും മറ്റൊരു തരത്തിൽ എന്തെങ്കിലും സംരക്ഷണം വേണം എന്നുണ്ടെങ്കിൽ അവർ പറയട്ടെ, നമുക്ക് കൊടുക്കാം. ഇനി അതൊക്കെ അവരുടെ തീരുമാനം എന്താകട്ടെ, അത് ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. പാലായിൽ ജോസ് കെ മാണി മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായി. നേരത്തെ തന്നെ താങ്കൾ പാല വിട്ട് കൊടുക്കില്ല എന്ന് ഇൻഡയറക്റ്റ്ലി പറയുകയും ചെയ്തു. എങ്ങനെയാണ് പാല തന്നെയല്ലേ? പാലയിലേക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയോ? പ്രചാരണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടന്നു? ഞാനേ യാത്ര കഴിഞ്ഞ് കോട്ടയത്ത് വരട്ടെ, അന്നേരം നിങ്ങൾക്ക് ചോദിക്കാൻ പല ചോദ്യങ്ങൾ കാണുമല്ലോ. അന്നേരം വട്ടെ. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ജാഥയിലേക്ക് ജോസ് കെ മാണി കടക്കുന്നത്. പാലായിൽ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം കൃത്യമായി മറുപടി പറയുന്നില്ല എങ്കിൽ കൂടിയും ജാഥ കൃത്യമായ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ജാഥ പുരോഗമിക്കുക എന്നാണ് ജോസ് കെ മാണി വ്യക്തമാക്കുന്നത്. അനന്തു സുരേഷിനോടൊപ്പം ജോസി ബാബു, മീഡിയ.